നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കുംഭം 1 വളരെ പ്രതീക്ഷകളോടെ തന്നെ ഒരു പുതിയ മാസം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പലർക്കും പുതിയ പ്രതീക്ഷകൾ ഈ മാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ മാസം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും, ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഇന്നേ ദിവസം കാണുന്നതായ ചില ലക്ഷണങ്ങളാൽ പരാമർശിക്കുവാൻ സാധിക്കും. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രകടമാകുന്നു എങ്കിൽ അത് ഈ മാസം കൂടുതൽ ശുഭകരമായി തീരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ മാസം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് ഇഷ്ടദേവതയോട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആ വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ലക്ഷണം, ഇന്നേ ദിവസം പണം അല്ലെങ്കിൽ നാണയം നിങ്ങൾക്ക് വഴിയിൽ നിന്നും ലഭിക്കുന്നു എന്നതാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. ഇപ്രകാരം ലഭിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെയും ഉയർച്ചയുടെയും സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പിച്ചതായ ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നു എങ്കിൽ, കൈവായ്പയായി നിങ്ങൾ നൽകിയിരിക്കുന്ന പണമോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ പണമോ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അതും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്നും ഈ മാസം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. നാഗത്തെ ഏതൊരവസരത്തിൽ കാണുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം നാഗത്തെ വീടുകളിൽ കാണുന്നത് അഥവാ പറമ്പിൽ കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. ക്ഷേത്ര ദർശനത്തിന് പോകുന്നതായ അവസരത്തിലോ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ സാഹചര്യത്തിലോ ആണ് എങ്കിൽ ഇരട്ടി ഫലമാണ് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കുക. അതിനാൽ നാഗത്തെ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ തീർച്ചയായും വിളക്ക് തെളിയിച്ച് ശിവമന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. നാഗമന്ത്രങ്ങളും ജപിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ പരമശിവന്റെയും നാഗങ്ങളുടെയും അനുഗ്രഹമുണ്ട് എന്നും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. തീർച്ചയായും ഈ കാര്യം ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ചെയ്യുക. മറ്റൊന്ന്, ഇന്നേ ദിവസം തുളസിക്ക് പതിവിലും വിപരീതമായി ധാരാളം ഇലകൾ ഉള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നതാണ്. ധാരാളം ഇലകളായി തുളസി നിൽക്കുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ വീടുകളിൽ ഇന്നേ ദിവസം തുളസി പിടിച്ചു വന്നതായി നിങ്ങൾക്ക് കാണുകയാണ് എങ്കിൽ മറ്റു ദിവസങ്ങളിൽ കാണാത്തതായ ആ കാഴ്ച ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അതും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. ആ വീടുകളിൽ സാക്ഷാൽ ലക്ഷ്മി നാരായണന്മാരുടെ കടാക്ഷമുണ്ട് എന്നും ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. മറ്റൊരു ലക്ഷണം കാക്കയുമായി ബന്ധപ്പെട്ടാണ്. വീടുകളിൽ കാക്ക വരുന്നത് തന്നെ ശുഭകരമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ വീടുകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കാക്ക വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് കിളികളാണ് എങ്കിൽ പോലും ശുഭകരമായ ലക്ഷണമാണ്. കാക്ക മണ്ണിൽ കൊത്തുന്നതായി കാണുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അനുകൂലമായ കാര്യങ്ങളുടെ ശുഭകരമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കാം. അപ്രതീക്ഷിതമായ ചില അനുകൂലമായ കാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ, ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. പിതൃപ്രീതിയുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി പാല് വീടുകളിൽ തിളച്ചു പോകുന്നു എങ്കിൽ, അത് നിങ്ങൾ കാണുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. അപ്രതീക്ഷിതമായി സംഭവിച്ചാലാണ് ഭാഗ്യം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൈവിട്ടു പോയി എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ
ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതും ഈ മാസം ശുഭകരമായി ഭവിക്കാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാകുന്നു. അപരിചിതരായ വ്യക്തികൾ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിന്റെയും സൂചനയായി തന്നെ പരാമർശിക്കാം. അതിനാൽ അവരെ ഒരിക്കലും വെറും കൈയോടെ വിടരുത്. നിങ്ങൾക്ക് എന്ത് സഹായമാണോ ചെയ്ത് നൽകുവാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ ആ സഹായം അവർക്ക് ചെയ്തു നൽകുക. തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഇന്നേ ദിവസം വിളക്ക് ദീർഘനേരം തെളിഞ്ഞു നിൽക്കുന്നതും കൂടുതൽ സ്വർണ പ്രഭ പുറപ്പെടുവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം വിളക്കിൽ സമർപ്പിച്ചതായ പുഷ്പങ്ങൾ വളരെ സമയം അഥവാ ധാരാളം സമയം ഉണങ്ങാതെ വാടാതെ നിൽക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം, ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്നും നിങ്ങളിലേക്ക് നിലനിൽക്കുന്നതായ പല കാര്യങ്ങളും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആ കാര്യങ്ങൾ താൽക്കാലികമാകണം എന്നില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും അനുഭവിക്കുവാൻ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിലനിൽക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ വെച്ചോ അല്ലാതെയോ നിങ്ങൾ അണിഞ്ഞിരിക്കുന്നതായ തിലകം ദീർഘനേരം മായാതെ നിൽക്കുന്നു എങ്കിൽ അതും അനുകൂലമായ സൂചനയാണ്. ചില അർത്ഥങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നു. പല കാര്യങ്ങളും അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി തുടർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ ദീർഘനാൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരുന്നു. ആരും വിളിക്കാതെ തന്നെ കണ്ണുകൾ നിങ്ങൾ അറിയാതെ തുറക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളുടെ സൂചനയാണ്. പുതിയൊരു ലോകത്തിലേക്ക്, പുതിയ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു. ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും അതിനാൽ ഇഷ്ടദേവതയുടെ കടാക്ഷം സാന്നിധ്യം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ അനുകൂലമായ കാര്യങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു എന്നും മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ആ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കാൻ പോകുന്നു. പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം പതിവിനും വിപരീതമായി ഇഷ്ടദേവത നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നു, അല്ലെങ്കിൽ ദേവത സ്വപ്ന ദർശനം നൽകുന്നു. അത് മറ്റ് ദേവതകളാകാം. ഇപ്രകാരം നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നു എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമാണ്. ഏത് ദേവതയാണ് നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകിയത് എങ്കിൽ ആ ദേവതയുടെ സ്ഥിര സന്നിധിയിൽ നിങ്ങൾ എത്തേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും വരും ദിവസങ്ങളിൽ നിങ്ങൾ ദർശനം നടത്തുക തന്നെ വേണം. സാധിക്കുന്നതായ വഴിപാടുകൾ നടത്തുക. ഒന്നിനും സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം ആ ദേവസന്നിധിയിൽ, തിരുസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഈ മാസം കൂടുതൽ അനുകൂലമായി തീരുക തന്നെ ചെയ്യും. കൂടാതെ ഇന്നേ ദിവസം ദേവതാ ചിത്രങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ ശുഭകരമായ ലക്ഷണമാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെയോ അല്ലെങ്കിൽ മറ്റ് ദേവതകളുടെ ചിത്രമോ ലഭിക്കുന്നു, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾ വാങ്ങുന്നു എങ്കിൽ പോലും അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. പലവിധ ടെൻഷനുകളോ അല്ലെങ്കിൽ പലവിധ ചിന്തകൾ ഉള്ളവരാകാം നിങ്ങൾ. എന്നാൽ അതെല്ലാം നിങ്ങൾ മറന്നു പോകുന്നു എന്നതാണ് വാസ്തവം. എന്തെന്നില്ലാത്ത സന്തോഷം കടന്നു വരും. ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇപ്രകാരം ഇന്നേ ദിവസം സംഭവിക്കുന്നതും ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കുടുംബ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ വരും ദിവസങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം നിങ്ങൾ പാചകം ചെയ്യുന്നതായ ആഹാരം കൃത്യമായിരിക്കും. ഒരിക്കലും പാഴാക്കേണ്ടതായി വരില്ല എന്നതും വാസ്തവമാണ്. കുടുംബാംഗങ്ങളിലും സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരും. ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും
എന്നാൽ പ്രതിഷ്ഠയെ നോക്കി ഒന്നും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ ലയിച്ചു നിന്ന് പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ, അറിയാതെ കണ്ണുകൾ നിറയുന്നു എങ്കിൽ, ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നു എങ്കിൽ, കൂടാതെ കോട്ടുവ വരുന്നു എങ്കിൽ പോലും അനുകൂലമായ ഫലമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അത് മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ആകാം. ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ ലക്ഷണങ്ങളുടെ, ശുഭകരമായ കാര്യങ്ങളുടെ സൂചനയാണ്. ഇഷ്ടദേവതയുടെ, സാക്ഷാൽ മഹാദേവന്റെ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെയോ കുടുംബദേവതയുടെയോ അനുഗ്രഹത്താലാണ് എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇന്നേ ദിവസം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം.